വോട്ട് കൊള്ള ആരോപണത്തിൽ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഏതാണ്ട് 10 പോയിന്റുകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ, പ്രസ് റിലീസിലുള്ളത്. അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള ഒരു പരോക്ഷ മറുപടി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് 3 മണിക്ക് ഡൽഹിയിൽ. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കെ എന്തിനാണ് ഇപ്പോഴൊരു വാർത്താക്കുറിപ്പ് എന്നതൊരു സ്വാഭാവിക സംശയമാണ്. അപ്പോൾ നാളത്തെ വാർത്താ സമ്മേളനം മറ്റെന്തെങ്കിലും വിഷയം ചൂണ്ടിക്കാട്ടാനായിരിക്കുമോ? വിജയകുമാർ, ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രധാനമായും നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടുകൊള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഉണ്ടാകും, വിശദീകരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. അതിനിടെയാണ് അസ്വാഭാവികമായി തന്നെ തലേന്ന്, നാളെ വാർത്താ സമ്മേളനം വൈകിട്ട് 3 മണിക്ക് നടക്കാനിരിക്കെ തലേന്ന് രാത്രി ഇത്തരത്തിലൊരു വാർത്താ കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് ഇറക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് പരോക്ഷമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുകയാണ്. എന്നാൽ അതിൽ ശ്രദ്ധേയമായ കാര്യം, രാഹുൽ ഉന്നയിച്ച ഈ വോട്ട് കൊള്ള എന്ന രാഹുൽ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചെങ്കിലും ഒരു വോട്ടർക്ക് ഒന്നിലധികം വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ആരോപണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്താൻ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉചിതമായ സമയവും അവസരവും നൽകിയിട്ടുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുമാണ് പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുന്നത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉചിതമായ സമയത്താണ് ഉന്നയിക്കേണ്ടിയിരുന്നത്. ശരിയായ സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 10 പോയിന്റുകളായാണ് ഈ വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായ പോയിന്റുകൾ എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉന്നയിച്ചിരുന്നെങ്കിൽ പിഴവുകൾ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പരോക്ഷമായി രാഹുലിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താക്കുറിപ്പിലൂടെ മറുപടി നൽകുകയാണ്. ഇതേ ശൈലി തന്നെയായിരിക്കും, ഇതേ നിലപാട് തന്നെയായിരിക്കും നാളത്തെ വാർത്താ സമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. വിജയകുമാർ.